ഹലോ ഹായ് നമസ്കാരം. ഞാൻ ക്യാപ്റ്റൻ ശരത്ലാൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹൗദീസ് റെഡ് സീൽ, അതായത് നമ്മുടെ ബാബലെ മന്ദിപ്പിൽ അറ്റാക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂയസ് കനാൽ വഴി ഇന്ത്യയിലേക്കും മറ്റ് ഏഷ്യൻ കൺട്രീസിലേക്കുള്ള സീ റൂട്ട് ബ്ലോക്ക് ആവുന്നു, അതൊരു ഡിസ്ട്രപ്ഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. നമ്മളിപ്പം ഇൻ കേസ് സൂയസ് കനാൽ ക്ലോസ് ആയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും നമ്മളിപ്പോൾ ഇന്ത്യയിലുള്ള ഒരു പോർട്ട്, അത് കൊച്ചിയിൽ നിന്ന് നമ്മളിപ്പം US പോവുകയാണെങ്കിൽ നമുക്ക് ഏതെല്ലാം വഴിക്ക് അവിടേക്ക് പോകാന്നുള്ളത് മേജറായിട്ട് മീൻസ് മെയിൻലി ഒരു ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റൂട്ട്സ് ഏതാണെന്ന് നോക്കിയാലോ. അതിൽ നമ്മളിപ്പം ഒരു ഷിപ്പ്, പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ എത്ര ദിവസം മാക്സിമം സീൽ തന്നെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ അത് ബങ്കർ കപ്പാസിറ്റിയെ ഡിപ്പെൻഡൻ്റ് ആണ്. നമുക്ക് ഇവിടുന്ന് നേരിട്ട് US പോകുന്നതിനിടയ്ക്ക് നമ്മളിപ്പം 2-3 വഴിക്ക് നമുക്ക് പോകാൻ പറ്റും. അത് നമ്മൾ എവിടെയാണ് പോവുക, അത് ഇടയ്ക്ക് എവിടെ നിന്നൊക്കെയാണ് നമ്മൾ റീഫ്യൂവൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ. അതായത് ഇന്ത്യയിൽ നിന്നും, അതായത് കൊച്ചിയിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്നും US ഹൂസ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഒരു ഷിപ്പിന് ഏതെല്ലാം റൂട്ട് വഴി, ഏതെല്ലാം വഴികൾ വഴി നമുക്ക് അവിടേക്ക് എത്തിപ്പെടാം, അതിൽ എത്ര ഡിസ്റ്റൻസിന് എത്ര ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂട്ട്. നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡിപ്പാർട്ടായ ഷിപ്പ് നേരെ അറേബ്യൻ സീ ക്രോസ് ചെയ്തിട്ട് ഇന്ത്യൻ ഓഷ്യനിലേക്ക് വന്ന് മഡഗാസ്കറിന്റെ അടുത്ത് നിന്ന് നമ്മൾ കേപ്പ് ടൗൺ വഴിയാണ്, സൗത്ത് ഓഫ് കേപ്പ് വഴിയാണ് നമ്മളിപ്പം അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് കടന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോർമലി സൗത്ത് ആഫ്രിക്ക കേപ്പ് ടൗൺ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ബങ്കർ ചെയ്യുക. അവിടെ നിന്ന് ബങ്കർ ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പം ഗൾഫ് ഓഫ് മെക്സിക്കോയിലുള്ള ഹൂസ്റ്റണിലേക്ക് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 10,000 നോട്ടിക്കൽ മൈൽസ് ആണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ വന്നിരിക്കുന്നത്. ഇനി സെക്കൻഡ് റൂട്ട് നമ്മളിപ്പോൾ പോകുന്നത് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ സിംഗപ്പൂർ വഴി. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ സിംഗപ്പൂർ വെച്ചിട്ട് അല്ലെങ്കിൽ കൊറിയ, ജപ്പാൻ പോലുള്ള ഏതെങ്കിലും പോർട്ടിൽ വെച്ച് നമ്മൾ ബങ്കർ ചെയ്ത് സിംഗപ്പൂരിന് ശേഷം സൗത്ത് ചൈന സീ, അതിനുശേഷം നമ്മൾ നേരെ പാസിഫിക് ഓഷ്യനിലേക്ക് വന്ന് ലോങ് ക്രോസിംഗ് പാസിഫിക് ഓഷ്യൻ നമ്മൾ ക്രോസ് ചെയ്തിട്ട് പനാമ കനാലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലോങ്സ്റ്റ് ആണ്, വളരെ റെയറായിട്ട് മാത്രം ഷിപ്സ് യൂസ് ചെയ്യുന്ന ഒരു റൂട്ടാണത്. അപ്പോൾ ഇവിടുന്ന് പനാമ കനാൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് വരുന്നത് ഒരു 15,000 നോട്ടിക്കൽ മൈൽസ് ഈ ഒരു സിറ്റുവേഷനിൽ വരുന്നുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് അറേബ്യൻ സീ ക്രോസ് ചെയ്ത് നമ്മൾ നേരിട്ട് നമ്മൾ സൂയസ് കനാലിലേക്ക്, സൊമാലിയ എന്നൊക്കെ പറയുന്ന സൂയസ് കനാലിലേക്ക് പോവാണ്. റെഡ് സീ ക്രോസ് ചെയ്ത് റെഡ് സീക്ക് ശേഷം നമ്മൾ സൂയസിൽ വെച്ച് നോർമലി ബങ്കർ ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ മെഡിറ്ററേനിയൻ കടന്നിട്ട് അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ജിബ്രാൾട്ടർ വെച്ച് നമ്മൾ വീണ്ടും ഷിപ്പ് റീഫ്യൂവൽ ചെയ്തിട്ട് നമ്മൾ അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് പോവുകയും അറ്റ്ലാന്റിക് ഓഷ്യൻ നമ്മൾ ഹൂസ്റ്റണിലേക്ക് പോവുകയാണ് ചെയ്യുക. ഈ ഒരു സിറ്റുവേഷൻ നമുക്കൊരു 9,000 നോട്ടിക്കൽ മൈലേ വരുന്നുള്ളൂ. ഒരു 25 ഡേയ്സിൻ്റെ ട്രാൻസിറ്റ് ആണ് ഇത് നോർമൽ സിറ്റുവേഷനിൽ വരുന്നത്. ഇതാണ് നമ്മൾ എപ്പോഴും ഷിപ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് റൂട്ട് ഓൾമോസ്റ്റ് 45 ഡേയ്സ്, പിന്നെ നമ്മുടെ മിഡ് റൂട്ട്, അതായത് നമ്മുടെ സൗത്ത് ഓഫ് കേപ്പ് വഴി പോകുമ്പോൾ നമുക്കൊരു 35 ഡേയ്സ്, ആൻഡ് ദ ഷോർട്ടസ്റ്റ് റൂട്ട് ത്രൂ സൂയസ് കനാൽ നമുക്കൊരു 25 ഡേയ്സ് ആണ് കൊച്ചിയിൽ നിന്നും ഹൂസ്റ്റണിലേക്ക് പോകാനുള്ള യാത്രാ ദൈർഘ്യം.